കാലം വളരെ സൂക്ഷിച്ചു കാത്തുവെച്ച ഹൃദയത്തിൽ തൊടുന്ന ഒരു പ്രണയകഥയുടെ ഏടുകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. ആ അക്ഷരങ്ങളിലൂടെ നമുക്ക് മറ്റൊരു ലോകത്തേക്കൊന്ന് പോയി നോക്കാം. കൊച്ചിയിലെ ആ പഴയ ടൗൺ ഹാൾ ലൈബ്രറി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അവിടെ ആ പഴയ മരത്തിന്റെ ഗന്ധം, പിന്നെ വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകങ്ങളുടെ വല്ലാത്തൊരു മണം. അങ്ങനത്തെ ഒരു ശാന്തമായ ഇടത്താണ് നമ്മുടെ കഥാനായകനായ അഭിജിത്തിന്റെയും അശ്വിനിയുടെയും കഥ തുടങ്ങുന്നത് തന്നെ. ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടല്ലോ വല്ലാത്തൊരു പ്രണയമുണ്ട് അല്ലെ? ആ ലൈബ്രറിയിലെ ഒരു മൂലയ്ക്ക് തന്റെ ഡ്രോയിങ് ഷീറ്റുകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു ആർക്കിടെക്റ്റായ അഭിജിത്ത്. അപ്പോഴാണ് പെട്ടെന്ന് തൊട്ടടുത്ത മേശയിലിരുന്ന അശ്വിനിയുടെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം താഴെ വീഴുന്നത്. അവൻ വേഗം അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആദ്യമായി അവളുടെ കണ്ണുകൾ അവനിലേക്ക് ഉടക്കി. വളരെ മൃദുവായി ശബ്ദം താഴ്ത്തി അവൾ ഒരു താങ്ക് യു പറഞ്ഞു. ആ ഒരൊറ്റ നിമിഷമുണ്ടല്ലോ, ആ കണ്ണുകളുടെ ഇടപാടിൽ നിന്ന് വലിയൊരു പ്രണയകഥ അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ആ ചെറിയൊരു നന്ദി പറച്ചിൽ പിന്നെ പതിയെ പതിയെ വലിയൊരു സൗഹൃദമായി മാറി. ഫോർട്ട് കൊച്ചിയിലെ ആ കടൽ തീരത്ത് തിരമാലകളുടെ ആ ഇരമ്പലിന്റെ പശ്ചാത്തലത്തിൽ അവർ മണിക്കൂറുകളോളം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വൈകുന്നേരമാണ് അവരുടെ ആ സംസാരം വളരെ ആഴത്തിലുള്ള ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്നത്. അന്ന് അഭിജിത്ത് അവളോട് ചോദിച്ചു, പഴയ ചരിത്ര പുസ്തകങ്ങളെ എന്തിനാണ് നീ ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്ന്. പ്രണയത്തെക്കുറിച്ച് അവർക്ക് വളരെ വ്യത്യസ്തമായ എന്നാൽ അതിമനോഹരമായ കാഴ്ചപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അശ്വിനി വിശ്വസിച്ചത് പ്രണയം എന്ന് പറയുന്നത് ചരിത്രം പോലെയാണെന്നാണ്. അതായത് മണ്ണിലും മരങ്ങളിലുമൊക്കെ ഒളിഞ്ഞിരുന്ന് കാലം എത്ര മായ്ച്ചാലും ശരി, ഒരു മഴ പെയ്യുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ തിരിച്ചു വരുമെന്ന്. എന്നാൽ അഭിജിത്തിന്റെ മറുപടി കൃത്യം ഒരു ആർക്കിടെക്റ്റിന്റേതായിരുന്നു. പ്രണയം എന്ന കെട്ടിടത്തിന് അടിത്തറ ശക്തമാണെങ്കിൽ അതൊരിക്കലും തകരില്ല എന്നവൻ വിശ്വസിച്ചു. എത്ര മനോഹരമായാണ് അവരുടെ ആ ചിന്തകൾ പരസ്പരം പൂരകങ്ങളാകുന്നത് എന്ന് നോക്കിക്കേ. പക്ഷേ പ്രണയത്തിൽ എപ്പോഴും വസന്തം മാത്രം ഉണ്ടാകില്ലല്ലോ. അഭിജിത്തിന് വിദേശത്തേക്ക് പോകേണ്ടി വന്ന ആ ഒരു ദിവസം പുറത്തു വല്ലാത്തൊരു മഴയായിരുന്നു. വിമാനത്താവളത്തിലേക്ക് പോകാൻ കാറ് കാത്തു നിൽക്കുമ്പോൾ അശ്വിനിയുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ സങ്കടം ഒരു കടൽ പോലെ തളം നിന്നു. നീ പോകണോ അഭിജിത്ത്? അവൾ വല്ലാതെ തേങ്ങിപ്പോയി. വെറും 3 വർഷം, അതിനുശേഷം നമ്മൾ ഇനി ഒരിക്കലും പിരിയേണ്ടി വരില്ല എന്ന് അവൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവളുടെ കണ്ണുകളിൽ അപ്പോൾ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാകുന്നു, ദൂരങ്ങൾ നമ്മുടെ പ്രണയത്തെ മാറ്റിമറിക്കുമോ? ആ ചിന്ത അവർക്കിടയിൽ വലിയൊരു നൊമ്പരമായി അങ്ങനെ നിന്നു. ആ ചോദ്യത്തിന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ആത്മവിശ്വാസത്തോടെ അവൻ നൽകിയൊരു മറുപടിയുണ്ട്. ദൂരങ്ങൾ ശരീരങ്ങളെ മാത്രമേ അകറ്റൂ അശ്വിനി, മനസ്സിനെ സ്പർശിക്കാൻ ഒന്നിനും കഴിയില്ല. ആ ഒരു ഉറപ്പിലാണ് അവൻ അന്ന് യാത്രയാകുന്നത്. അവൾ അവനായി കാത്തിരിക്കുമെന്ന് അവനും പൂർണ്ണമായും വിശ്വസിച്ചു. ആ മനോഹരമായ തുടക്കത്തിൽ നിന്നും 3 വർഷത്തെ നീണ്ട കാത്തിരിപ്പിലേക്ക് അവർ കടക്കുകയാണ്. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. കാലം വളരെ ക്രൂരമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതെ, അവരുടെ വഴികൾ രണ്ടായി പിരിയുകയായിരുന്നു. കൃത്യം 3 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സ്വപ്നങ്ങളുമായി അവൻ തിരികെ വന്നു. എന്നാൽ അവൻ അവിടെ കണ്ടത് വിവാഹ വസ്ത്രത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മറ്റൊരു അശ്വിനിയെയാണ്. ഒരു അപരിചിതയെ പോലെ അവൾ അവനെ നോക്കി. താൻ പറഞ്ഞില്ലേ നമ്മൾ ഒന്നിക്കുമെന്ന് എന്നവൻ വല്ലാത്ത വേദനയോടെ ചോദിച്ചു. പക്ഷെ സ്വന്തം അമ്മയുടെ കണ്ണീരിന് മുന്നിൽ താൻ തോറ്റുപോയി എന്നും ആ കാത്തിരിപ്പ് ഒടുവിൽ നിരാശയിലേക്ക് മാറിയപ്പോൾ ഈ തീരുമാനമെടുക്കേണ്ടി വന്നു എന്നും പറഞ്ഞ് അവൾ അവന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ആകെ തകർന്നുപോയ അഭിജിത്ത് ലോകത്തെ തന്നെക്കാൾ വലുതായി അവൾ കണ്ടു എന്ന തിരിച്ചറിവിൽ അവിടെ നിന്ന് പതിയെ നടന്നു മാറി. പിന്നീട് അവനൊരു നോവൽ എഴുതി. അതിന്റെ അവസാന വരികളിൽ അവൻ ഹൃദയം പൊട്ടി ഇങ്ങനെ കുറിച്ചു: ചില സ്നേഹങ്ങൾ പൂർത്തിയാകാത്ത കവിതകളാണ്, അവ കാലത്തിന്റെ താളുകളിൽ മാത്രം ജീവിക്കുന്നു. ആ വരികളിലെ ആഴത്തിലുള്ള വേദനയും നഷ്ടബോധവും നമുക്ക് അക്ഷരം പ്രതി അനുഭവിക്കാൻ കഴിയും അല്ലേ? അങ്ങനെ കാലം പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയി. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതേ പഴയ ടൗൺ ഹാൾ ലൈബ്രറി, പഴയ പുസ്തകങ്ങളുടെ അതേ ഗന്ധം. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അശ്വിനി അപ്പോൾ തനിച്ചായിരുന്നു കേട്ടോ. അവളുടെ കണ്ണുകളിൽ പഴയതിനേക്കാൾ വലിയൊരു നൊമ്പരം നിഴലിക്കുന്നത് അവന് വ്യക്തമായി കാണാമായിരുന്നു. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഈ പുസ്തകങ്ങൾ ഇന്നും ഇവിടെ തന്നെയുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്നാണ് അവൾ മറുപടി നൽകിയത്. അതിന് അഭിജിത്ത് നൽകിയ മറുപടിയാണ് ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം. അവൻ പറഞ്ഞു, അവർ പഴയ പുസ്തകങ്ങൾ പോലെയാണ്, എത്രയൊക്കെ മാറിയാലും ഉള്ളിലെ അക്ഷരങ്ങൾക്ക് മങ്ങലേറ്റിട്ടില്ല. നോക്കണേ, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പുറമേയുള്ള മാറ്റങ്ങൾക്കപ്പുറം അവരുടെ ഉള്ളിലെ പ്രണയം ഇപ്പോഴും ഒരു മങ്ങലുമേൽക്കാതെ കിടപ്പുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ട് അശ്വിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി അഭിജിത്ത്, അന്ന് നിന്നെ തടഞ്ഞു നിർത്താമായിരുന്നു. അത്രയും കാലം അവർ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളുമാണ്
ഇന്നത്തെ ഈ നിമിഷത്തിന്റെ അർത്ഥം അവരെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ അഭിജിത്ത് അവളെ ചേർത്ത് പിടിച്ചു. പുറത്തപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് മുൻപ് അവർ വിട പറയുമ്പോൾ പെയ്ത അതേ മഴ? ആ മഴച്ചാരലിൽ അവൻ ചോദിച്ചു, ഇനിയെങ്കിലും നമുക്കൊരു കുട പങ്കുവെക്കാമോ? അശ്വിനി അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ആ ലൈബ്രറിയിലെ മൗനത്തിൽ കാലങ്ങളായുള്ള സകല സങ്കടങ്ങളും പെയ്തൊഴിയുന്ന പ്രണയത്തിന്റെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, പ്രണയം പലപ്പോഴും കടുത്ത പരീക്ഷണങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ട്. എന്നാൽ അതിൽ യഥാർത്ഥ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കാലം തന്നെ അവരെ ഒരുമിപ്പിക്കും. ദൂരങ്ങൾക്കോ കാലത്തിനോ ശരിക്കുള്ള പ്രണയത്തെ മായ്ക്കാൻ കഴിയുമോ? ഇല്ലല്ലേ. കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത ചില പ്രണയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. Some stories never truly end, Ashwini. Like old books, true love never fades away.